2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച 2 സീറ്റിലും രാഹുൽ ഗാന്ധി വൻ വിജയമാണ് നേടിയത്. വയനാട്ടിലും റായ്ബറേലിയിലും 3.5 ലക്ഷത്തിലധികം വോട്ടിനാണ് രാഹുൽ വിജയിച്ചു കയറിയത്. 2 സീറ്റിലും വിജയിച്ചതോടെ വയനാടിനെ രാഹുൽ കൈവിട്ടതോടെയാണ് വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പുണ്ടായത്. തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി 6 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി വിജയിച്ചു. CPM നേതാവും മന്ത്രിയുമായിരുന്ന കെ രാധാകൃഷ്ണൻ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. CPM സ്ഥാനാർത്ഥിയായ യു പ്രദീപ് 6 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി വിജയിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് 5 ലക്ഷത്തിലധികം വോട്ടുകൾ മാത്രമാണ് നേടാനായത്. BJP സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണന് 3 ലക്ഷത്തിലധികം വോട്ടുകൾ മാത്രമാണ് നേടാനായത്. കോൺഗ്രസ് നേതാവും പാലക്കാട് MLAയുമായിരുന്ന ഷാഫി പറമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതോടെയാണ് പാലക്കാട് നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മങ്കൂട്ടത്തിൽ 5 ലക്ഷത്തിലധികം വോട്ടുകൾ സ്വന്തമാക്കി. തിരഞ്ഞെടുപ്പിൽ BJP ഇടത് സ്ഥാനാർത്ഥികൾക്ക് 3 ലക്ഷത്തിലധികം വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത്.